നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിന്ന നിൽപ്പിൽ വിയർക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് വരെ പരിഹാരം കണ്ട് നന്മമരമായി പടിയിറങ്ങാനൊരുങ്ങുന്ന ബൈഡന് തീയുടെ രൂപത്തിലാണ് 8ന്റെ പണി കിട്ടിയത്. എന്തിനും ഏതിനും അമേരിക്ക, ലോക പോലീസ് അമേരിക്ക, ലോകത്തിലെ വലിയ ശക്തിയാവട്ടെ അതും അമേരിക്ക. ആവർത്തിച്ചു കേട്ട മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ആ കാട്ടുതീയിൽ വെന്ത് നീറിക്കഴിഞ്ഞു. ഒപ്പം സൽപ്പേര് സമ്പാദിക്കാൻ പണിപ്പെടുന്ന ബൈഡനും. എന്താണ് സംഭവം? നമുക്ക് പരിശോധിക്കാം. അമേരിക്കയിൽ പടർന്നു പിടിച്ച കാട്ടുതീയുടെ ചൂട് അമേരിക്കയിൽ മാത്രമല്ല ലോകത്താകമാനം വലിയ വാർത്താ പ്രാധാന്യം തന്നെ നേടിയിട്ടുണ്ട്. യുഎസിലെ ലോസ് ആഞ്ചൽസിന്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വിനാശകാരിയായ കാട്ടുതീയിൽ നിരവധി മരണങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. 2 ദിവസത്തിലേറെയായി കാട്ടുതീ തുടരുന്നതിനാൽ 1.30 ലക്ഷം പേരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു. 2000-ലധികം വീടുകളും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും കത്തി നശിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 29,000-ഓളം ഏക്കറിനാണ് തീപിടിച്ചത്. പാലിസേഡ്സ് ഹൈസ്കൂൾ, പസഫിക് തീരദേശ ഹൈവേ, പസേഡ ജൂത ദേവാലയം തുടങ്ങിയവ കത്തിനശിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ചിലത് മാത്രമാണ്. ചൊവ്വാഴ്ച പസഫിക് പാലിസേഡിനുണ്ടായ കാട്ടുതീ ശക്തമായ കാറ്റിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ലിഡിയ, ഹേസ്റ്റ് ഈസ്റ്റൺ, പാലിസേഡ്സ് എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച വൈകിട്ടോടെ കാറ്റിന്റെ വേഗത കുറഞ്ഞത് ആശ്വാസമായെങ്കിലും ഹോളിവുഡ് ഹിൽസിൽ പുതിയ തീപിടുത്തമുണ്ടായത് ആശങ്കയുണ്ടാക്കി. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇറ്റലി സന്ദർശനം വരെ റദ്ദാക്കേണ്ടതായി വന്നു. വിനാശകരമായ കാട്ടുതീ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് പ്രസിഡന്റ് ജോ ബൈഡനെയും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിനെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിമർശിച്ചിട്ടുണ്ട്. ഹോളിവുഡിലെ പ്രമുഖ നടീനടന്മാരുടെ വീടുകളും ഇതിനോടകം തന്നെ കത്തി നശിച്ചു. ബില്ലി ക്രിസ്റ്റ്യൻ, യൂജിൻ ലെവി, മാർക്ക് ഹാമിൽ, ജെയിംസ് വുഡ്സ്, കാരി എൽവിസ്, മാഡി മൂറിന്റെയും പാരീസ് ഹിൽട്ടറിന്റെയും വീടുകളാണ് നശിച്ചത് മുഴുവൻ. ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്നതിന് പിന്നാലെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ അവസ്ഥ ചൂടുള്ളതാണ്. യുഎസിലെ ലോസ് ആഞ്ചൽസിൽ നാശം വിതച്ച വൻ കാട്ടുതീയിൽ കുറഞ്ഞത് 10 പേർ മരിച്ചതായും 10,000 വീടുകളും കെട്ടിടങ്ങളും മറ്റ് നിർമ്മിതികളും കത്തി നശിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാവാത്തതിനാൽ കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതായി അധികൃതർ പറഞ്ഞുകൊണ്ടിരുന്നു. 30,000 ഏക്കറിലധികം പ്രദേശത്തെ അഗ്നി വിഴുങ്ങിയതായിട്ടാണ് കണക്കുകൾ. ഇത് ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ് കേട്ടോ. ഇത് ഏകദേശം സാൻ ഫ്രാൻസിസ്കോയുടെ വലുപ്പത്തോളം വരുമെന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. സാൻ ഫ്രാൻസിസ്കോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു വലിയ പ്രദേശമാണ്. അത്രത്തോളം കാട്ടുതീ വിഴുങ്ങിക്കഴിഞ്ഞു. കുറഞ്ഞത് 1,80,000 ആളുകളെങ്കിലും പലായനം ചെയ്യാനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അത്രയും ആളുകൾ അവിടെ നിന്നും പലായനം ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച കൂടിയാണ് അമേരിക്കയിൽ നിന്ന് വന്നത്. കാലിഫോർണിയയിൽ കാട്ടുതീ പടരുന്നതിനെ തുടർന്ന് ബഹ്റിൻ സന്ദർശനം റദ്ദാക്കി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. കമലാ ഹാരിസ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഈ മാസം 16-ന് ബഹ്റിനിലെത്താമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ മാറ്റിവെച്ചത്. എന്തായാലും എല്ലാ തരത്തിലും അമേരിക്കയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭരണമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ബൈഡൻ മാറിയിട്ട് ട്രംപ് വരാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ സംഭവങ്ങൾ. ജനുവരി 20-ന് ഔദ്യോഗിക പദവി അവസാനിപ്പിക്കുന്ന കമലാ ഹാരിസിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള അവസാനത്തെ യാത്രയായിരുന്നു ഇത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ലോസ് ആഞ്ചൽസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. കാലിഫോർണിയ സംസ്ഥാനത്തെ വിവിധ മേഖലകളെ വിഴുങ്ങിയ അസാധാരണ കാട്ടുതീ വിതച്ചത് വലിയ നാശനഷ്ടം തന്നെയാണ്. ജനുവരി 9 വരെ മാത്രം മൊത്തം 30,000-ഓളം ഏക്കറാണ് കത്തിനശിച്ചത്. ഞാൻ പറയുന്നത് ജനുവരി 9-ാം തീയതി വരെയുള്ള കണക്കുകൾ മാത്രമാണ് കേട്ടോ. കാലിഫോർണിയയെ വിഴുങ്ങിയ കാട്ടുതീയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അമേരിക്കൻ ഭരണകൂടം പകച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനതയുടെ ശക്തമായ പ്രതിഷേധത്തെയാണ് ബൈഡൻ ഭരണകൂടം അവസാന നാളുകളിൽ ഇപ്പോൾ നേരിടുന്നത്. ഒരു ദുരന്ത ഭരണകൂടമായി ഇതിനകം തന്നെ ഈ ഭരണകൂടം മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. അമേരിക്കൻ രസതന്ത്രജ്ഞനും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമായ വിൻസെന്റ് ഷെയ്ഫറാണ് കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ആദ്യം കണ്ടെത്തുന്നത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും അമേരിക്കയ്ക്ക് അത് കാര്യമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് കൃത്രിമമായി മഴയുണ്ടാക്കാനുള്ള ടെക്നോളജി അമേരിക്കയുടെ കയ്യിൽ ഇപ്പോഴുമില്ല. എന്തെല്ലാം ടെക്നോളജി ഉള്ള രാജ്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ബാലിസ്റ്റിക് മിസൈലുകൾ മറ്റ് രാജ്യങ്ങൾക്ക് നൽകി ശക്തി കൂട്ടുന്നവരാണ് അമേരിക്ക. എന്നിട്ടും ഈ അവസ്ഥ നോക്കണം. ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോഴും റഷ്യയും ഗൾഫ് രാജ്യങ്ങളും തന്നെയാണ്. അതായത് ഈ കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള കാര്യം കേട്ടോ. ഇവരിടയ്ക്കിടെ വൻതോതിൽ കൃത്രിമ മഴ പെയ്യിപ്പിക്കാറുണ്ട്. നമുക്കറിയാം അടുത്ത കാലത്തൊക്കെ ആയിട്ട് നടന്നത്. എന്നാൽ ഈ സംഭവം 1946-ൽ കണ്ടുപിടിച്ചിട്ടും അമേരിക്കയ്ക്ക് ഇപ്പോഴും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അമേരിക്ക എല്ലാ തരത്തിലും വികസിതമാണ്, ഞങ്ങളെ തോൽപ്പിക്കാനാകില്ല എന്ന് സ്വയം അഹങ്കരിക്കുന്നവരാണ്. പക്ഷേ ഇത്രയും വലിയൊരു കാട്ടുതീ വന്നപ്പം അമേരിക്കയുടെ യഥാർത്ഥ മുഖം തന്നെയാണ് ലോകത്തിന് മുന്നിൽ കണ്ടത്. കാരണം പല രാജ്യങ്ങളിലും പോയി പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് അമേരിക്കക്കാർ. കാരണം അമേരിക്ക ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്.
എന്നിട്ട് സ്വന്തം രാജ്യത്തെ ജനതയെ ഇങ്ങനെയാണോ അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാലിഫോർണിയയിലെ 6 ആദ്യഘട്ടത്തിൽ തീ പടർന്നിരുന്നത്. 15,832 ഏക്കറോളമാണ് ഇവിടെ മാത്രം തീ വിഴിഞ്ഞത്. 1% പോലും തീ അണയ്ക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാൻ ഗബ്രിയേൽ മലനിരകൾക്ക് കീഴെ ഈറ്റൺ മേഖലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത്. മേഖലയിൽ 10,600 ഏക്കറിലധികം തീ പടർന്നു പിടിച്ചു. 1000-ലധികം കെട്ടിടങ്ങളും നശിച്ചുപോയിട്ടുണ്ട്. 5 പേർ കൊല്ലപ്പെട്ടത് ഈ പ്രദേശത്ത് വെച്ചാണ്. നഷ്ടം $50 മില്യൺ എന്നാണ് പ്രാഥമിക അനുമാനം. സാൻ ഫെർഡോയുടെ വടക്ക് ഹാസ്റ്റ് മേഖലയിലും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. വ്യാഴാഴ്ച എക്സിലൂടെ പ്രതികരിച്ച ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഡെമോക്രാറ്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കാട്ടുതീയോടെടുത്ത സമീപനത്തെ രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുമുണ്ട്. ഉക്രൈന് $500 മില്യൺ അധിക സൈനിക സഹായം അനുവദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ബൈഡൻ അമേരിക്കൻ ജനതയുടെ ജീവന് പ്രാധാന്യം നൽകുന്നില്ലേ എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. എനിക്കും അത് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എത്രത്തോളം പണമാണ് ഇവർ യുദ്ധത്തിന് വേണ്ടി ചെലവാക്കുന്നത്, എത്രത്തോളം ആയുധങ്ങളാണ് പല സ്ഥലത്തേക്കും പറഞ്ഞു വിടുന്നത്. പക്ഷേ എന്നിട്ടോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉക്രൈൻ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഗിയർ റെസ്ക്യൂ ടൂളുകൾ നൽകിയ ബൈഡൻ ഭരണകൂടം കാലിഫോർണിയയുടെ സ്വന്തം സേവനങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ചതായിട്ടാണ് വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. അത് പ്രസക്തമായ ഒരു വിമർശനം തന്നെയാണ് അല്ലേ? കാട്ടുതീയെ ചെറുക്കുന്നതിനുള്ള എല്ലാ ആവശ്യങ്ങളും നൽകുന്നതിൽ ബൈഡൻ ഭരണകൂടം പരാജയപ്പെട്ടതായി ഡെമോക്രാറ്റുകൾക്കിടയിൽ പോലും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ നടക്കുന്ന ആഗോള പ്രശ്നങ്ങൾക്കിടയിലൊക്കെ തന്നെ ബൈഡൻ ഭരണകൂടം പണിയെടുക്കുന്നുണ്ട്. 2 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റാരുമല്ല, അത് അമേരിക്കയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ജോ ബൈഡന് അതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്കുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്? ഇറാൻ ഇസ്രയേൽ സംഘർഷമാണ്. പശ്ചിമേഷ്യയിലുള്ള ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനും പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ട് അമേരിക്കയുണ്ട്. അമേരിക്ക ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ശക്തിയാണ്. ഇപ്പോഴാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നം ഒന്ന് പരിഹരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത് തന്നെ. ഇത്രയും നാൾ ഉക്രൈൻ ആവട്ടെ, അതുപോലെ തന്നെ പശ്ചിമേഷ്യ ആകട്ടെ, ഇവർക്ക് വേണ്ടത് ആയുധ കച്ചവടം മാത്രമായിരുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇവർക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത്? ഒന്നും ഉണ്ടായിട്ടില്ല. യുദ്ധത്തിനോടുള്ള ആർത്തി മൂർത്തിട്ട് ഇവരെന്താ ചെയ്തത്? സംഘർഷങ്ങളൊക്കെ ഊതി പെരുപ്പിച്ച് വലുതാക്കി ആയുധ കച്ചവടം നടത്തി അവസാനം എന്താ ഉണ്ടായത്? ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ അമേരിക്കൻ ജനതയാണ്. ശരിക്കും ഈ ഭരണാധികാരികൾ ചെയ്തതിന് അമേരിക്കക്കാരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായ കാര്യത്തിന്, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പോലും ഭരണകൂടത്തിന് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രശ്നമുള്ള ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളപ്പോഴും പറയുന്നത് ലോക പോലീസാണെന്ന്. പക്ഷേ ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത്? ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇതെന്നാണ് ലോസ് ആഞ്ചൽസിലെ മേയർ കാരൻ ബസ് പറഞ്ഞത്. താരങ്ങളായ പാരീസ് ഹിൽട്ടർ, ബില്ലി ക്രിസ്റ്റൽ, ജെയിംസ് വുഡ് എന്നിവരുടെ വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചവരിൽ പെടുന്നവയാണ്. സ്റ്റീവൻ സിൽബർഗ്, ബെൻ അഫ്ലേക്ക്, ടോം ഹാങ്ക്സ് എന്നിവർ ഒഴിപ്പിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. തീ നിയന്ത്രണ വിധേയമായ സ്ഥലങ്ങളിൽ കത്തി നശിച്ച സാധനങ്ങളും ചാരവും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഒഴിപ്പിച്ചവർക്കായി താൽക്കാലിക ഷെൽട്ടറുകൾ തുടങ്ങിയിട്ടുമുണ്ട്. 6 US സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. വേനൽക്കാലമായതിനാൽ വെള്ളമില്ലാത്തത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഭയങ്കര വെല്ലുവിളി ഇതിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും US-ലെ കാട്ടുതീ നിയന്ത്രിക്കുന്നതിൽ ജോ ബൈഡന്റെ ഭരണകൂടം കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങളും ഉയർന്നു വരുന്നത്. ബൈഡന്റെ സർക്കാരിന് കീഴിൽ തന്നെ അമേരിക്കയിൽ കാട്ടുതീ ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പ്രധാന ഘടകമായി അദ്ദേഹത്തിന്റെ ഭരണകൂടം അംഗീകരിക്കുന്നുണ്ടെങ്കിലും കാട്ടുതീ ഉറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയും അവിടെ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാനാകില്ല. 2020-ലും US-ൽ റെക്കോർഡ് തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ബൈഡൻ ഭരണകൂടം വന്നതിന് ശേഷം. ഇതും വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇപ്പോഴുണ്ടായ അത്രയും ഇല്ലെങ്കിൽ പോലും വലിയ നാശനഷ്ടങ്ങൾ ഇതിനു മുമ്പും അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. കാട്ടുതീ അവിടെയുള്ള ഒരു നിത്യ സംഭവമാണ്. പക്ഷേ അതിനുള്ള പരിഹാരമോ കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റോ നടത്താൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അത് സംഭവിച്ചത്. ഇത് കുറച്ചുകൂടി കൂടിയെന്ന് മാത്രം. ദീർഘകാല കാലാവസ്ഥാ പരിഹാരങ്ങൾക്കായി ബൈഡൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാട്ടുതീ തടയുന്നതിലെ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം വേഗത്തിലുള്ളതും ലക്ഷ്യബോധമുള്ളതുമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പലരും പറഞ്ഞതാണ്. പക്ഷേ കാര്യമായിട്ടൊരു ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലും നിയന്ത്രിതമായ പൊള്ളൽ എങ്ങനെ ചെയ്യണം, ഇന്ധനം ലോഡുകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ അപര്യാപ്തവും മന്ദഗതിയിലും ഉള്ളതാണെന്നാണ് വിമർശകർ പറയുന്നത്. അതായത് കാര്യമായ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ കാട്ടുതീയെ നേരിടണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ബോധവൽക്കരണം പോലും അമേരിക്കൻ ജനതയ്ക്ക് കിട്ടിയിട്ടില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാലാവസ്ഥാ നയത്തിൽ ഭരണകൂടത്തിൽ ശ്രദ്ധ ഉടനടി തീപിടുത്ത മാനേജ്മെന്റിനേക്കാൾ മുൻഗണന നൽകുന്നു എന്ന് വിമർശകർ പറയുന്നുണ്ട്. ബൈഡന്റെ ഭരണകൂടം $1 ബില്യൺ ഇതിനു വേണ്ടി, അതായത് ഫോറസ്റ്റ് മാനേജ്മെന്റിനായിട്ട്
ഭാഗമായിട്ട് ധനസഹായം അനുവദിച്ചിരുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം, $1 ബില്യൺ. പക്ഷേ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാടുള്ള സ്ഥലമാണ് അമേരിക്ക. എന്നിട്ട് പോലും ഇത്രയും കുറഞ്ഞ പണമാണ് ഇതിന് അനുവദിച്ചത്. കാര്യമായിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് നടക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതും വിമർശനത്തിനിരയായിട്ടുണ്ട്. പക്ഷേ പ്രശ്നത്തിൻ്റെ വ്യാപ്തിയെ മനസ്സിലാകാതെ ചെറിയൊരു തുക നൽകി കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ബൈഡൻ ചെയ്തത് എന്നാണ് പ്രധാനമായിട്ട് ഉയർന്നു വന്ന വിമർശനം. US ഫോറസ്റ്റ് സർവീസ് പോലുള്ള വനപരിപാലനത്തിന് ഉത്തരവാദിത്തമുള്ള ഫെഡറൽ ഏജൻസികൾ ബജറ്റ് പരിമിതികൾ നേരിടുകയും ഫലപ്രദമായി കാട്ടുതീ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാൻ പാടുപെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ബൈഡൻ ഭരണകൂടത്തിന്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ചുരുക്കത്തിൽ ബൈഡൻ ദീർഘകാല കാലാവസ്ഥാ പരിഹാരങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലും അടിയന്തര കാട്ടുതീ പ്രതിസന്ധിയോടുള്ള അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ പ്രതികരണം അപര്യാപ്തമാണെന്നാണ് വിമർശകർ പറയുന്നത്. വനപരിപാലനം, തയ്യാറെടുപ്പ്, രാഷ്ട്രീയ ഏകോപനം എന്നിവയുടെ പരാജയങ്ങൾ കാട്ടുതീ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് ഇവിടെ പറയാതെ വയ്യ, എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് അമേരിക്ക ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. ആണവായുധങ്ങളുണ്ട്, അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, പുതിയ പോർ വിമാനങ്ങളുണ്ട്, ആയുധങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സാങ്കേതിക വിദ്യയുമുണ്ട്. എന്തും വാങ്ങാൻ, അതായത് ഇപ്പം ട്രംപ് വരുമ്പം പറയുന്നുണ്ട് കാനഡ സ്വന്തമാക്കും, അതുപോലെ തന്നെ പനാമ കനാൽ സ്വന്തമാക്കും, ഗ്രീൻലാൻഡ് സ്വന്തമാക്കും എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ജനതയ്ക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അതാണ് ഇപ്പം അമേരിക്കയിൽ ഉണ്ടായിരുന്ന അവസ്ഥ. ഇത് ജോ ബൈഡനെ മാത്രം കുറ്റപ്പെടുത്താനുള്ള കാര്യമല്ല, പ്രകൃതിയുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല എന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനുവേണ്ടി ഒരുപാട് പണം ചെലവാക്കണ്ട എന്നുള്ളൊരു നയമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പ്രകൃതിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അമേരിക്ക ഇനിയും വലിയ വലിയ ഭീഷണികൾ പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചോളൂ. അപ്പം മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.